ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു പുതിയ പ്ലാന്റാണ്. ഇതിൻ്റെ പേരൊക്കെ ഒരു വല്ലാത്തൊരു പേരാണ്. ഒരു സുന്ദരൊരു പിങ്ക് ഫ്ലവറുള്ള ഒരു സുന്ദര പ്ലാന്റ്. ഇതാണ് ഇതിനകത്തുനിന്നൊരു വയലറ്റ് ഫ്ലവർ വരും. എന്താ ഇന്നലത്തതാണ്. പെട്ടെന്ന് അത് പോവും, വാടിപ്പോവും. ഒരു ദിവസമൊക്കെ നിൽക്കുള്ളത്. പക്ഷെ അത് വിടരുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അതിൻ്റെ തുമ്പിലായിട്ട് ഈ ഭാഗത്തു നിന്ന് ഇതിൻ്റെ ഓരോ സൈഡിൽ നിന്ന് ഓരോ ഫ്ലവർ ഇങ്ങനെയാണ് ഫ്ലവർ വരണത്. എല്ലാത്തിൽ നിന്നും ഇങ്ങനെ വരും. ഇതും അതിൻ്റെ കാണാൻ നല്ല ഭംഗി. ഇതൊരു ഫ്ലവറിൻ്റെ ഇതായിട്ട് ഇങ്ങനെ വരണതാണ്. ഇത് നല്ല പ്ലാസ്റ്റിക് കണക്കെല്ലാം മെഴുകി കണക്കാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ വരണത് ഒരു 6 മാസത്തോളം നമ്മൾ ഇതിൽ നിൽക്കും. ഈ ഒരു ചെടിച്ചട്ടിയിൽ അത് നിൽക്കും. പക്ഷെ ഇതിന്ന് പറഞ്ഞാൽ ആ ഫ്ലവറിന് പെട്ടെന്നങ്ങ് പോവും. നല്ല വയലറ്റാണ്, അത് പെട്ടെന്നങ്ങ് പോവും. നമ്മളെ ബർമിലിയാഡ് അതിൻ്റെയൊക്കെ ഒരു വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. എയർ പ്ലാന്റ് അങ്ങനെയൊക്കെ ഉള്ള ഇതാണ്. ഇതിന് വലിയ രീതിയിൽ പോട്ട് മിക്സ് ആയിട്ടൊന്നും അങ്ങനെ വേണ്ട ഈ പ്ലാന്റിന്. പിന്നെ ഇതിന് വലിയ വെയിലും വേണ്ട, ചെറിയ ചൂട് വേണം. ഓവറായിട്ട് വെയിൽ തട്ടാനും പാടില്ല, വെള്ളം ഓവറായിട്ട് ഇതിന് പാടില്ല. ഒരു 3 ദിവസമൊക്കെ കൂടുമ്പോൾ നനവ് നോക്കിയിട്ട് മാത്രം ഈ പ്ലാന്റിന് നമുക്ക് വെള്ളം കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്നും ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് ദിവസമായി. ഇതൊന്ന് മാറ്റി പോട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഇതൊന്ന് മാറ്റി പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അല്പം മണലുണ്ട്, അല്പം മണ്ണ്, ചാണകപ്പൊടി അല്പം എടുത്തിട്ടുണ്ട്. ഇതിന് വലിയ ഇത് വേണ്ട, കുറച്ച് മതി. അപ്പോൾ സാഫ് ഒരല്പം എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ചകിരി, ഓർക്കിഡിനൊക്കെ എടുക്കുന്ന ചകിരിയുടെ പീസ്, ഇതും കൂടെ കുറച്ച് വേണേ. നമുക്ക് നനവിനും ഇതിനും വേണം. പോട്ട് മിക്സായിട്ട് വലിയ ഇതൊന്നും വേണ്ട, കുറച്ച് ഇത് മതി. എൻ്റെ വേരൊന്നും അങ്ങ് ആഴ്ന്നിറങ്ങി പോണ ഇതല്ല. അപ്പോൾ അതിന് കുറച്ച് മതി. കുറച്ച് പോട്ട് മിക്സായിട്ട് നമുക്കിങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഞാൻ കുറേ നാൾ ആഗ്രഹിച്ച്. ഇപ്പം മുമ്പ് എനിക്ക് ഈ പ്ലാന്റ് കണ്ടിട്ടുണ്ട് പലയിടത്തും, പക്ഷേ ഒരിടവും ഇല്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു നേച്ചറിൽ പോയപ്പോൾ ഇത് കിട്ടിയതാണ്. കുറച്ച് പ്ലാന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് ഇത്തിരി റേറ്റുമാണ്, എന്നാലും എൻ്റെ ഭംഗി കാരണം, എൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഈ ചെടി എടുത്തത്. നല്ല ഇതായിട്ട് നിൽക്കുക. ആ പിങ്ക് കളർ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നല്ല ഇതാണ്. അപ്പോൾ ഞാൻ ചട്ടിയിൽ നിന്ന് എടുത്തതായിട്ട് കണ്ട ഇതിൽ വേരില്ല. എന്താ ഇതിൻ്റെ ചകിരിയുടെ പീസ് മാത്രം വെച്ചിട്ട് നമുക്ക് പോട്ട് ചെയ്യാം. ഇത് കണ്ട ഈ പ്ലാന്റ് ബർമിലിയാഡ്, ഈ പ്ലാന്റിന് ഇതുപോലെയാണ്. വേര് വലുതായിട്ടില്ല. ഒരല്പം പോട്ട് മിക്സ് എന്തെങ്കിലും മതി. അതേ ടൈപ്പിൽപ്പെട്ട ഒരു പ്ലാന്റാണ് ഇത്. കണ്ട ഇത്രയേ ഉള്ളൂ ഇത്. അപ്പോൾ നമുക്ക് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഹോള് അടഞ്ഞു പോകാതിരിക്കാൻ, മണ്ണ് വീണ് അടഞ്ഞു പോകാതിരിക്കാൻ കരിക്കട്ട പീസാണ് വെച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് പോട്ട് ചെയ്യാം. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ തൈ പൊട്ടി മുളച്ച് വരും. നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് മാറ്റി നമ്മൾ അടുത്ത പ്ലാന്റ് പിടിപ്പിക്കാനുള്ളത്. സൈഡിൽ നിന്ന് ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ നിന്ന് എയർ പ്ലാന്റ് എടുക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാം. വെച്ചിട്ട് കുറച്ചുകൂടെ മണ്ണ് സൈഡിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പ്ലാന്റ് പോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിന് സാബ് ചേർത്ത വെള്ളം, ഒരല്പം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഈ പ്ലാന്റിന് നമുക്ക് NPK ഇടയ്ക്കിടയ്ക്കൊന്നും, എപ്പോഴൊന്നും ഇതിന് വളം വേണ്ട, വലിയ വളമൊന്നും വേണ്ടാത്ത പ്ലാന്റാണ്. NPK സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക്. പിന്നെ നമ്മൾ ചാണകത്തിൻ്റെ തെളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമ്പോസ്റ്റ് വളമായിട്ടൊക്കെ ചുവട്ടിൽ അല്പം ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. ഇതിന് വെയിൽ വലുതായിട്ട് വേണ്ട. ഒരു ഷെയ്ഡ് ഏരിയയിലൊന്ന് സൂക്ഷിച്ചാൽ മതി. വെള്ളവും വലുതായിട്ട് വേണ്ട. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പരിചരണം. ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ തൈ വരും, പൊട്ടിങ്ങനെ വരും. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചെടി എല്ലാവർക്കും ഇഷ്ടമായ നല്ല ഭംഗിയായിട്ടാണ്. നല്ല ഇത് കുറേ നാൾ ഈ പ്ലാന്റിൻ്റെ ഇത് ഇങ്ങനെ നിൽക്കും. നല്ല ഭംഗിയാണ്. കൊള്ളാമോ? ഇപ്പോൾ പുതിയ പ്ലാന്റ്, പുതിയ കുറച്ച് ചെടികളും കൂടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണമായിട്ട് ഞാൻ ഇങ്ങനെ നിങ്ങളെ പരിചയപ്പെടുത്തി. എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് വീഡിയോ ഒരുപാട് നീണ്ടുപോകും.
അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.